ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ SSC GDയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ രുക്മിണി ദേവി അരിന്തലെ എന്ന് പറയുന്ന പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റൂല. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്ന, അതായത് 2021ലും 2022ലും നടന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ രുക്മിണി ദേവി അരിന്തലെ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹു ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദി റിനേസൻസ് ഓഫ് ദി ഭരതനാട്യം ഡാൻസ് ഫോം, അതുപോലെ തന്നെ കലാക്ഷേത്ര ഡാൻസ് സ്കൂളിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള രുക്മിണി ദേവി അരിന്തലയ്ക്ക് 1956 ലഭിക്കുന്ന അവാർഡുകൾ, രുക്മിണി ദേവി അരിന്തല ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആര്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് രുക്മിണി ദേവി അരിന്തല എന്ന് പറയുന്ന പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യനും തന്നെ 2024 GD എക്സാമിന് ചോദിച്ചതാണ്. സോ രുക്മിണി ദേവി അരിന്തല എന്ന് പറയുന്ന പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട ഫാക്റ്റുകൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ആദ്യം അറിയണം രുക്മിണി ദേവി അരിന്തലെ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. ഓക്കെ, പഠിച്ചോളുക. രുക്മിണി ദേവി അരിന്തലെ ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, രുക്മിണി ദേവി അരിന്തലെ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്ത അറിയേണ്ട ഫാക്ട്, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓക്കെ, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓക്കെ, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് രുക്മിണി ദേവി അരിന്തലയാണ്. കലാക്ഷേത്ര ഫൗണ്ടർ, ഓക്കെ, കലാക്ഷേത്ര ഫൗണ്ടർ ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ഓക്കെ, കലാക്ഷേത്ര ഫൗണ്ടർ ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. കലാക്ഷേത്ര ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരെയാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ഏത് വർഷം? 1936. ഓക്കെ, അപ്പോ രുക്മിണി ദേവി അരിന്തല ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യം. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. കലാക്ഷേത്ര ഫൗണ്ടർ ഏത് വർഷം? 1936. ആര്? രുക്മിണി ദേവി അരിന്തലെ. കഴിഞ്ഞില്ല, ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നു. ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. ഓക്കെ, ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ഓക്കെ, ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മെമ്പറും ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനും ആൻസർ ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ഒരു 3 അവാർഡുകൾ കൂടി രുക്മിണി ദേവി അരിന്തലയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. രുക്മിണി ദേവി അരിന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം അറിയണം. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു 1956 രുക്മിണി ദേവി അരിന്തലയ്ക്ക് ഏത് അവാർഡാണ് ലഭിച്ചതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. രുക്മിണി ദേവി അരിന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച വർഷം 1956. അതായത് നമ്മുടെ കേരളം ഫോം ചെയ്യുന്ന വർഷമായ 1956 രുക്മിണി ദേവി അരിന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത്. രുക്മിണി ദേവി അരിന്തലയ്ക്ക് 1956 പത്മഭൂഷൺ ലഭിക്കുന്നെങ്കിൽ തൊട്ടടുത്ത വർഷമായ 1957 രുക്മിണി ദേവി അരിന്തലയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, രുക്മിണി ദേവി അരിന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത് 1956 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത് എന്നാണ്? 1957. ഒരു ഫാക്ട് കൂടി ഓർത്തിരിക്കണം, രുക്മിണി ദേവി അരിന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നു. ഓക്കെ, രുക്മിണി ദേവി അരിന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? രുക്മിണി ദേവി അരിന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്ന വർഷം അത് 1968. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഞാൻ ഇത്തവണ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവണം. ഇത്രയും ഫാക്ടുകളാണ് രുക്മിണി ദേവി അരിന്തലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ GD എക്സാമിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. രുക്മിണി ദേവി അരിന്തല ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഭരതനാട്യം. ഓക്കെ, രുക്മിണി ദേവി അരിന്തല ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്നറിയപ്പെടുന്നത് ആരെയാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. കലാക്ഷേത്ര ഫൗണ്ടർ ഏത് വർഷം? 1936. ആരാണ്? രുക്മിണി ദേവി അരിന്തലയാണ്. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ മെമ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രുക്മിണി ദേവി അരിന്തലയാണ്. രുക്മിണി ദേവി അരിന്തലയ്ക്ക് പത്മഭൂഷൺ 19
1956-ലും സംഗീത നാടക അക്കാദമി അവാർഡ് 1957-ലും പ്രാണിമിത്ര അവാർഡ് 1968-ലുമാണ്. സോ മറക്കാതെ ഇത്രയും ഫാക്ടുകൾ ഓർത്തോളുക. രുക്മിണി ദേവി അരിന്തലെ മറക്കണ്ട ഏത് ഡാൻസ് ഫോം? ഭരതനാട്യം ഡാൻസ് ഫോം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടുകൾ മറക്കാതെ ഓർത്തിരിക്കുമല്ലോ. ഇനി SSIGDയുടെ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആക്കുക. അപ്പോൾ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ ചോദിച്ച് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അഥവാ ഒരുപക്ഷെ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ അതിന്റെ റെക്കോർഡ് വെർഷൻസ് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ കണ്ടന്റ്, അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ PPT നോട്ടുകൾ PDF ആക്കി അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 8075753676 എന്ന് പറയുന്ന ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ.